ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ഇപ്പോൾ നമ്മളുടെ ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളോട് എപ്പോഴും നമ്മൾ എക്സാം വരുന്ന സമയത്ത് എക്സാമിന് ലാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായിരിക്കും? നമ്മൾ ആ കുറേ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എക്സാമിന് വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ സെക്ഷൻസ് ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. അതേപോലെ തന്നെ ഫൈൻ എമൗണ്ട് ഉണ്ട്. നമ്മൾ 500 രൂപ മുതൽ 1000, 10,000, 20,000, ഒന്നാമത്തെ ഒഫൻസിന് 1000, രണ്ടാമത്തെ ഒഫൻസ് അത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000, അല്ലെ? 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഇങ്ങനെ കുറേ അനവധി കാര്യങ്ങൾ നമ്മൾ ഒരു 10-30 സെക്ഷൻസിന്റെ ഉള്ളിൽ 30-50ഓളം സെക്ഷൻസിന്റെ ഉള്ളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ സെക്ഷൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മാറിപ്പോകും. നമ്മൾ ലാസ്റ്റ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാറിപ്പോകും. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രൈവിംഗ് എക്സാമിന്റെ 30-ൽ 30 മാർക്കും, നമുക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക്സിൽ 30-ൽ 30ഉം, OA ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50-ൽ 50 എന്ന് വേണമെങ്കിൽ പറയാം. ഈ 30-ൽ 30 മാർക്കും നമ്മൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ലാസ്റ്റ് വെച്ചിട്ട് ഒരു ഹറിബറി ആക്കിയിട്ട് ഈ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആ സമയത്ത് ഇത് ക്ലിയർ ആവും, നമുക്ക് ആ സമയത്ത് നമ്മളെ മനസ്സിൽ കയറും. പക്ഷെ എക്സാമിന്റെ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറെ അധികം ലൈവ് പോകുന്ന സമയത്തും അതേപോലെ തന്നെ ക്ലാസ്സിൽ ഇൻഹൗസ് സ്റ്റുഡൻസിനോടൊക്കെ ലൈവിലൂടെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. നമ്മൾ എക്സാമിന്റെ ലാസ്റ്റ് ടൈമിൽ എക്സാം എഴുതുന്ന സമയത്ത് മാറിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചില്ല, അത് കാണുന്ന സമയത്ത് പെട്ടെന്ന് ആൻസർ അതായിരിക്കും എന്ന് വിചാരിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ കുറെ അധികം റിപ്ലൈസ് പല സ്റ്റുഡൻസിന്റെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ തുടങ്ങണം, നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്തുകൊണ്ട് നേരത്തെ തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്ന് തന്നെ നമുക്കറിയാം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് 50% GK അല്ലെങ്കിൽ 50% മാത്സ് ഇൻക്ലൂഡിങ് മാത്സ് അടക്കം GKയും കാര്യങ്ങളും, അല്ലെ? അല്ലെങ്കിൽ 30% GKയും 20 മാർക്കിന് എന്ന് പറയുന്നത് മാത്സും മെന്റൽ എബിലിറ്റി കാര്യങ്ങളൊക്കെ, അല്ലെ? കറണ്ട് അഫയേഴ്സും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ബാക്കി 20 മാർക്ക് പോലീസ് ആണെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് ആക്ടും BNSഉം കാര്യങ്ങളും, ഫയർമാനുമായി ബന്ധപ്പെട്ട എക്സാം ആണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിലൊരു 20 മാർക്ക് എന്ന് പറയുന്നത് ഫയറും ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി ഒരു 30 മാർക്കാണ് കോമൺലി നമുക്ക് ഏതൊരു ഡ്രൈവർ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ആ 30 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നോർമലി നമ്മൾ പഠിക്കുന്ന ലോസ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടും അതേപോലെ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസും അതേപോലെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസും ആണ് നമ്മൾ നോർമലി നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസും ഉണ്ട്, അതേ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നാണ്, അല്ലെ? മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. ഇതിലെ ഡെഫിനിഷൻസ് കാര്യങ്ങൾ പഠിക്കണം, അതോടൊപ്പം തന്നെ ഇതിൽ നിന്നുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്, ആ സെക്ഷൻസ് പഠിക്കണം. അതേപോലെ KMVRൽ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ശരിക്കും KMVRഉം CMVRഉം MV ആക്ടും എല്ലാം തന്നെ ലിങ്ക് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാത്തിലും സെയിം അല്ലായിരിക്കും. ലൈസൻസിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവേഴ്സിനുള്ള ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിലും പറയുന്നുണ്ടായിരിക്കും, KMVRലും CMVRലും എല്ലാത്തിലും ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. ഒരു ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ CMVRലും പറയുന്നുണ്ടായിരിക്കും, മോട്ടോർ വെഹിക്കിൾ ആക്ടിലും പറയുന്നുണ്ടായിരിക്കും, എല്ലാ ലോസിലും പറയുന്നുണ്ടായിരിക്കും. സോ ഈ CMVRഉം KMVR ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് പഠിക്കാം. നമ്മൾ ലാസ്റ്റ് ടൈമിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നേക്കാളും ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസങ്ങളിൽ കുറച്ചായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. കുറച്ചായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പഠിക്കുന്ന കാര്യങ്ങൾ മൈൻഡിൽ നിൽക്കും. നമ്മൾ ആദ്യത്തെ ദിവസം ഒരു 2-3 സെക്ഷൻസ് ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം 1 മുതൽ 3 സെക്ഷൻ വരെ പഠിച്ചു, 4 മുതൽ 6 വരെ പഠിക്കുന്നതിന് മുന്നോട്ടായിട്ട് 1, 2, 3 നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്തൊന്ന് വരിക. സോ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 1ാമത്തെ 2ാമത്തെയും 3ാമത്തെയും ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് പഠനം നിർത്തുന്നത് വരെ ആകുമ്പോഴേക്കും ഒരു കുറേ അധികം തവണ നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ആൻസേഴ്സ് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കുറയും, നമുക്ക് മാർക്കിൽ നമുക്ക് നല്ല ഉയരത്തിൽ എത്താനും കഴിയും. അപ്പൊ നമുക്ക് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിലും സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലും കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിലും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻലി കൂടുതലായിട്ട് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്. നമുക്ക് കണ്ടക്ടേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. ഇത് നമുക്ക് ശരിക്കും സെക്ഷൻ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 2ഉം സെക്ഷൻ ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 3 ഒക്കെയാണ് പറയുന്നത്. സോ ലൈസൻസിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവേഴ്സിന്റെ ലൈസൻസിങ് ആണ് നമുക്ക് നോർമലി പഠിക്കാനുള്ളത്. നോർമലി നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ്, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കുറെ ഫോംസിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫോം ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ
നമ്മൾ ലൈസൻസുമായി ബന്ധപ്പെട്ട ഫോംസും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. സോ അതിന്റെ കൂടെ തന്നെ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ദെൻ ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ട്രാഫിക്കിലെ റൂൾസും റെഗുലേഷൻസും. വെഹിക്കിൾ സ്റ്റാൻഡേർഡ്, നമ്മൾ വെഹിക്കിളുമായി ബന്ധപ്പെട്ടുള്ള കുറെ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, പൊല്യൂഷൻ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, അല്ലെ, എമിഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ബേസിക്കലി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ഇപ്പൊ ഏറ്റവും റീസെന്റ് നടന്നിട്ടുള്ള ഒരു 3 ഡ്രൈവർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അതിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് എപ്പോഴും അതിൽ നിന്ന് സിലബസിൽ ഉൾപ്പെട്ടാണെങ്കിൽ പോലും ഒരു ജനറൽ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ജനറലി നമുക്ക് അറിയേണ്ട അവയർനെസ് പോലെ തന്നെ ചില ഡേറ്റുകൾ, ചില പദ്ധതികളുടെ പേരുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെന്തിനാണ്, നമുക്ക് ഈ ഒരു ബുക്ക് മാത്രം പഠിച്ചിട്ടല്ല, നമുക്ക് ജനറലി ഒരു വാഹനവുമായി ബന്ധപ്പെട്ടും സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടും ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് കൂടിയിട്ടാണ്. നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് തന്നെ പറയാം. അപ്പൊ അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വേണം പഠിച്ചിട്ട് വേണം പോകാൻ. ദെൻ നെക്സ്റ്റ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസിന്റെ സെക്ഷൻസ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഒരു ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഇൻഷുറൻസ്, ആ ഇൻഷുറൻസിൽ എന്തായിരിക്കും അടങ്ങിയിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ്, ഇത് അത്യാവശ്യം നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് ഒരു ഏരിയ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കൂടുതൽ ആളുകൾക്ക് തെറ്റിപ്പോകുന്നതും ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ് എന്ന് പറയുന്നത്, അല്ലെ. കുറച്ചധികം സെക്ഷൻസ് പഠിക്കാനുണ്ട്. നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൻ 177 മുതൽ നമ്മുടെ സിലബസ് പ്രകാരം 201 പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് 201 മാത്രമല്ല, ഒരു 206, 207 ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. 217 വരെയൊക്കെ എന്തായാലും നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചെങ്കിലും പോകണം. അപ്പൊ സിലബസ് പ്രകാരം 177 മുതൽ 201 വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറൌണ്ട് 30+ ആ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഓരോന്നിന്റെയും 30+ സെക്ഷൻസ് ഉണ്ട്. പിന്നെ ഓരോന്നിന്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും, ചെറിയ ചെറിയ സബ് സെക്ഷൻസ്, കാര്യങ്ങൾ അഡീഷണലി ആഡ് ചെയ്തിട്ടുള്ള പുതിയ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അവിടെ നമുക്ക് 30 അല്ല 50 കൂടുതൽ എന്ന് വേണമെങ്കിൽ തന്നെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, അപ്പൊ ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് ചോദിക്കുന്നതും ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസ് ആണ്. ഏറ്റവും അധികം ആളുകൾ തെറ്റ് വരുത്തുന്നതും ഒഫൻസസ് ആൻഡ് പെനാൾട്ടീസിൽ പെട്ടത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ്, പവർ ഓഫ് അതോറിറ്റീസ്. ഓരോ അതോറിറ്റീസിന് ഓരോന്നിൽ പറയും. ലൈസൻസ് പിടിച്ചു വെക്കാനുള്ള അധികാരം, വാഹനം കണ്ടുകെട്ടാനുള്ള അധികാരം, വാഹനം പിടിച്ചു വെക്കാനുള്ള അധികാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെ. ആ രേഖകളും അതേപോലെ തന്നെ വാഹനമൊക്കെ പിടിച്ചിട്ടാൽ അതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻസ് ഏതിലാണ് പറയുന്നത്. CMVR പറയുന്നുണ്ടെങ്കിൽ CMVR റൂൾ ഏതാണ്, മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ റൂൾ ഏതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ്, അടുത്ത റെഗുലേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിന്റെ റെഗുലേഷൻസ്, സ്പെഷ്യൽ പ്രൊവിഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് വെഹിക്കിൾസ്, അതേപോലെ വെഹിക്കിൾ സ്റ്റാൻഡേർഡുകൾ, സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, ബേസിക്കലി എന്നല്ല, ഒരു ഡ്രൈവർ എക്സാമിന് പോകുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ സിലബസ് പോലെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി നമ്മൾ ഉറപ്പിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമുക്കൊരു ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ട്രാഫിക് റൂൾസും റെഗുലേഷൻസും, റോഡ് സൈൻസ് ആൻഡ് സിഗ്നൽസ്, റോഡിലെ സൈൻസും സിഗ്നലും, സിഗ്നൽ ലൈറ്റ്സും കാര്യം, റോഡ് സൈൻസ് ആൻഡ് മാർക്കിങ്സ്, ഡ്രൈവിംഗ് പ്രാക്ടീസസ്, ഇത്രയും കാര്യങ്ങൾ. അത് നമ്മൾ പല രീതിയിലും ഇത് ജസ്റ്റ് ഡയറക്ട്ലി ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സിലബസിൽ തന്നെ ഒരു ഡ്രൈവിംഗ് തിയറി എന്നുള്ള ഒരു ഭാഗം നമുക്ക് വരുന്നുണ്ട്. CMVR റൂൾ 31A, കറക്റ്റ് പറയുകയാണെങ്കിൽ CMVR റൂൾ 31A, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് തിയറിയാണ്. എന്താണ് ഡ്രൈവിംഗ് തിയറി? അത് നമുക്ക് ജസ്റ്റ് ഡ്രൈവിംഗ് തിയറി എന്ന് ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് നോർമലി ഒരു ഡ്രൈവർക്ക് അറിയേണ്ട പല കാര്യങ്ങളും ഡ്രൈവിംഗ് തിയറിയിൽ ഉൾപ്പെടും. ഒരു വാഹനം കയറ്റം കയറുമ്പോൾ ഓടിക്കേണ്ടതും ഇറക്കിറങ്ങുമ്പോൾ എങ്ങനെയാണ് ഓടിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മലമുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെ ഓടിക്കണം, അല്ലെ, അല്ലെങ്കിൽ ഒരു മഞ്ഞ് അല്ലെങ്കിൽ ഒരു മൂടൽമഞ്ഞുള്ള ഏരിയ, അല്ലെ, ഫ്രണ്ടിലോട്ട് വിഷൻ ക്ലിയർ അല്ലാത്ത ഏരിയകളിൽ നമ്മൾ വാഹനം എങ്ങനെ ഓടിക്കണം, അവിടെ ഫോഗ് ലാമ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ്ലൈറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രൈവിംഗ് പ്രാക്ടീസസ്, ഡ്രൈവിംഗ് തിയറി, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ റോഡിലെ സിഗ്നൽസ്, റോഡിലെ സൈൻസ്, റോഡിലെ മാർക്കിങ്സ്. ഒരു യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജംഗ്ഷനിൽ, നമ്മൾ എങ്ങനെയാണ് അവിടെ വാഹനം ഓടിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഡ്രൈവിംഗ് തിയറിയിൽ വരും, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ വരും. ഈ രണ്ട് കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അതിൽ തന്നെ വരുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലാണ് ഒന്നുകൂടി കൂടുതലായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ പിന്നെ നമ്മൾ ട്രാഫിക് സയൻസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് പറയുന്ന സമയത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാഫിക് സയൻസ് ഉണ്ട് തന്നെ, ഡിഫറെന്റ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ട്രാഫിക് സയൻസ് ഉണ്ട്. അതിൽ നമുക്കറിയാം മാൻഡേറ്ററി സയൻസ് ഉണ്ട്, കോഷണറി സയൻസ് ഉണ്ട്, ഇൻഫർമേറ്ററി സയൻസ്. ഇങ്ങനെ മൂന്നായിട്ടാണ് നമുക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാൻഡേറ്ററി, കോഷണറി, ഇൻഫർമേറ്ററി. നിർബന്ധമായിട്ടും പാലിക്കേണ്ട, ഒരു ഡ്രൈവർ നിർബന്ധമായിട്ടും പാലിക്കേണ്ട, ഡ്രൈവർക്ക് നല്ല രീതിയിൽ നിർബന്ധമായും പാലിക്കണം എന്ന് പറയുന്ന സയൻസിനാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്, മാൻഡേറ്ററി സൈൻ എന്ന് പറയുന്നത്. കോഷണറി സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഡ്രൈവർക്ക് മുന്നറിയിപ്പ് തരുന്നത്, അല്ലെ, ഒരു വാണിംഗ് തരുന്ന സൈനാണ് നമുക്ക് എന്ത്, കോഷണറി സൈൻ എന്ന് പറയുന്നത്.
ഇൻഫോർമേറ്ററി നമുക്ക് സൂചിപ്പിക്കുന്ന നമുക്കൊരു ഇൻഫർമേഷൻ തരുന്ന സൈനുകളാണ്. ഇപ്പൊ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് ഈ 3 സൈനുകളെ കുറിച്ച് ചോദിക്കാം. ഈ 3 സൈനുകൾ എന്തിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കാം. ഈ സൈൻ നമുക്ക് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സൈന് കളർ വെച്ചിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈന് ചോദിച്ചിട്ട് അതിന് ആൻസർ ചെയ്യാൻ വെക്കാം. ഈ സൈൻ ഇപ്പൊ വൃത്താകൃതിയുള്ള സൈൻ ഏതാണ്, ത്രികോണാകൃതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ഏതാണ്, അതിന്റെ പശ്ചാത്തല നിറം എന്താണ്, അത് ഏത് കളർ കൊണ്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പഠിക്കുമ്പോൾ ജസ്റ്റ് ഇത് കാണുമ്പോൾ ഇത് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാം. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, റെഡ് റൗണ്ട് ആണ്, അതാണ് മാൻഡേറ്ററി സൈൻ അല്ലെ. കോഷണറി സൈനിന്റെ ട്രയാങ്കിൾ ആണ് അല്ലെ, ഒരു ത്രികോണാകൃതിയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കി വെക്കാൻ. അപ്പൊ നമുക്ക് ഇനി അതല്ല, മാൻഡേറ്ററി സൈനിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈന് ചോദിച്ചിട്ട് നമ്മളോട് ആൻസർ ചെയ്യാം. നമുക്കറിയാം എത്രയോ 36ഓളം മാൻഡേറ്ററി സൈൻ ഉണ്ട്, 36 കോഷണറി സൈൻ ഉണ്ട്. ഓരോ കോഷണറി സൈനും മാൻഡേറ്ററി സൈനും നമ്മൾ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളോട് ജസ്റ്റ് ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തിട്ട് ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അത് 50 സ്പീഡ് ലിമിറ്റ്, ആ റോഡിലൂടെ കടന്നു പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 50 ആണ്. ഇനി അതിന് പകരം നേരെ തിരിച്ചു ചോദിക്കാം. അതായത് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു വൃത്താകൃതിയിൽ ഒരു സർക്കിൾ റെഡ് കളറിലുള്ള ഒരു വൃത്തമുണ്ട്, അതിന്റെ അകത്ത് 3.5 മീറ്റർ എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ആരോ മാർക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് 2 ആരോ മാർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണോ പറയുന്നത് നമുക്ക് അതിന്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് ഏത് സൈനാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവും നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെയാണ് നമുക്ക് കോഷണറി സൈനിന്റെ കേസിൽ വരുന്ന സമയത്തും, അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻഫോർമേറ്ററി സൈനിന്റെ കേസിൽ വരുന്ന സമയത്തും. നമുക്ക് സൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ആൻസർ ചെയ്തത് ഈസി ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു തവണ നമ്മൾ സയൻസ് ഒക്കെ നോക്കി പോയാൽ മതി. പക്ഷെ സൈനിന്റെ ഡെഫിനിഷൻ പോലെ അതിന്റെ കണ്ടന്റ് കൊടുത്തതിന് ശേഷം ആകുമ്പോൾ നമ്മൾ ശരിക്കും വായിച്ച് അല്ലെങ്കിൽ അവിടെ നമ്മളൊന്ന് വരച്ചു നോക്കുക. ത്രികോണാകൃതിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രികോണം, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ അത് കോഷണറി സൈൻ ആണ് അല്ലെ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. സോ നിങ്ങൾ കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട്. ഡ്രൈവിംഗിന്റെ ടോപ്പിക്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ എക്സാമിനോട് അനുബന്ധിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തീർക്കാൻ കഴിയും. പക്ഷെ അത് മാത്രമാണോ നമുക്കൊരു എക്സാമിന് വേണ്ടിയിട്ട് വേണ്ടി വരിക? അല്ല, ഒരിക്കലും അതല്ല. നമുക്ക് 50 മാർക്കിന്റെ GK കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി ഒരു വാഹനം ഓടിക്കുന്ന ആളുകളും ലൈസൻസ് ഇല്ല ആളുകളും തന്നെയാണ് ഡ്രൈവിംഗ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. സോ അവർക്ക് 50 അല്ലെങ്കിൽ നമ്മുടെ 30 മാർക്കിന്റെ ഡ്രൈവിംഗ് ടോപ്പിക്സിൽ ഒരു അറൌണ്ട് 20 ക്വസ്റ്റ്യൻസ് എനിവൺ ക്യാൻ ആൻസർ, ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും. ബാക്കി വരുന്ന 10 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ആ 10 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ബാക്കി വരുന്ന GK കറന്റ് അഫയേഴ്സും കാര്യങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്താൽ മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നല്ല ഉയരത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. കുറെ അധികം മുന്നേ പഠിച്ചു തുടങ്ങുന്നത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അതെന്ത് ചെയ്യില്ല, വേസ്റ്റ് ആവില്ല, നമ്മുടെ മനസ്സിൽ അതുണ്ടാവും. എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതലായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് നമ്മളെ മനസ്സിലോട്ട് വീണ്ടും വീണ്ടും കറക്റ്റ് ആയിട്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. സോ എക്സാമിന് വേണ്ടിയിട്ട് ഇനി വരാൻ പോകുന്ന ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ച് CCയിൽ ആരംഭിച്ചിട്ടുണ്ട്. CCയിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സിലബസിന്റെ ഡ്രൈവിംഗിന്റെയും മറ്റ് സബ്ജക്റ്റുകളുടെയും മറ്റ് ടോപ്പിക്സിന്റെയും എല്ലാത്തിന്റെയും സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുള്ളി റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തിനനുസരിച്ചൊക്കെ, ജോലിയുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും, അപ്പൊ അവർക്കൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് ക്ലാസ് പഠിക്കാവുന്നതാണ്. ദെൻ എക്സാമിനോടനുബന്ധിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് വീഡിയോസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ ലോങ് ബാച്ചാണ് അടുത്ത് വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട്. സോ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം മറ്റു കാര്യങ്ങൾക്കോടായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു.